ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഒനിയൻ റിങ്സ് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സബോള 1/2 ഇഞ്ച് കനത്തിൽ റിങ്സ് ആയിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത്. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇടുകയാണ് ആദ്യം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണിത്. ഇതും കൂടെ നമുക്കത് മൈദയുടെ കൂടെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മിക്സഡ് ഹെർബ്സും ക്രഷ്ഡ് ചില്ലിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അര ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മൈദ കട്ട പിടിക്കും. ഇനി ഈ മൈദയിലോട്ട് നമുക്ക് റിങ്സ് ഓരോന്നായിട്ട് മുക്കിയെടുക്കാം. ഇതെല്ലാം നമ്മളിപ്പോൾ മൈദയിൽ മുക്കിയെടുത്ത റിങ്സുകളാണ്. മൈദയിൽ മുക്കിയ സബോള ഓരോന്നും നമ്മൾ കലക്കി വെച്ച ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലൂടെ പൊതിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ മുക്കി എടുത്തിരിക്കുന്ന ഒനിയൻ റിങ്സ്. നമുക്കിനി ഇതൊന്ന് എണ്ണയിൽ മുരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാമേ. സബോളയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാമേ.
നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വല്ലതും വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മളെല്ലാ സബോളയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്